ഓം നമ ശിവായ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ നക്ഷത്രക്കാർ ഭാഗ്യക്കുറി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഏത് രീതിയിൽ എടുത്താൽ ഒരു ഭാഗ്യം കിട്ടും, ഉറപ്പാകും എന്നാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും പറയുന്നുണ്ട് ഭാഗ്യക്കുറിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്, ഇത്തിരി നാളായാലോ എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഈ പഞ്ചദശ നക്ഷത്രക്കാർ ഇവർ ഒരേ ഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ ഈ കണക്കുകൂട്ടലിൽ, ഈ 3 കണക്കുകൂട്ടലുകളിൽ ഒരു ഭാഗ്യം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടിയിരിക്കും. ഏതാണ് ഈ പഞ്ചദശ നക്ഷത്രക്കാരെന്നല്ലേ? ഉത്രം, അനിഴം, വിശാഖം, കാർത്തിക, അശ്വതി, അത്തം, അവിട്ടം, ചോതി, മകം, ചതയം, രേവതി, പൂരം, മകൈരം, ഭരണി. ഈ 15 പഞ്ചദശ നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർ മാത്രം കാണുക. അവർക്കുള്ളൊരു വീഡിയോ ആണ്. ഈ 15 നക്ഷത്രക്കാരാണെങ്കിൽ കാണുക. അതും ഞാൻ അടിവരയിട്ട് പറയുന്ന വിശ്വാസമുള്ളവർ കാണുക. ഉറപ്പായും ഒരു ഭാഗ്യം നിങ്ങളിൽ എത്തും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ 15 നക്ഷത്രക്കാരുടെ ഒരു ഗുണം, ഇവർക്കുള്ള ഒരു ഒരുമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയ്ക്കും 27-ൽ ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള വേറെ നക്ഷത്രക്കാരില്ല. ഇത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ 15 നക്ഷത്രക്കാർക്ക്. 27-ലെ ഏറ്റവും സുന്ദരമായ നക്ഷത്രക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയും, എപ്പോഴും ലൈവ് ആയിരിക്കും. ഇവര് എനർജിയോട് ലൈവായിട്ട് നിൽക്കുന്നവരാണ്. ഏത് പ്രതിസന്ധിയും ഏത് കാര്യവും വന്നാലും കൈവിട്ടു കൊടുക്കാതെ മുന്നോട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ്. ലൈവ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഊർജ്ജസ്വലരായി നിൽക്കും. ഒരു പോസിറ്റീവ് ആയിരിക്കും ഇവരെപ്പോഴും. നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഗുണം സ്വഭാവം, നടത്ത, ആ ശരീര സൗന്ദര്യം, വൃത്തി, ഹൈജീനിക്കായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരും കൂടാണ്. ഇവരുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണം ആരോടും മുഖം കറുപ്പിച്ച് അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കാറില്ല. പക്ഷെ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല. ആ ഗുണങ്ങൾ ഞാൻ പറയുന്നത്. സൗന്ദര്യം എന്ന് പറയുന്നത് അവർക്ക് ഗുണവും ചില സമയങ്ങളിൽ ദോഷവും. കാരണം ഏറ്റവും കൂടുതൽ അസൂയ പിടിച്ചു പറ്റും. എവിടെയും ഏത് കൂട്ടത്തിലും ഡോമിനേറ്റ് ചെയ്ത് ഏത് ആൾക്കാരും ശ്രദ്ധിക്കുന്ന ആകർഷണമുള്ള നക്ഷത്രക്കാരാണ്. അത് ചിലർക്ക് അസൂയയും കുശുമ്പും ഇവരോടുണ്ടാക്കും. ഒരു രാജകീയ ലുക്കായിരിക്കും ഈ നക്ഷത്രക്കാർ. നിങ്ങൾ നോക്കുക, അവര് സ്ത്രീകളും പുരുഷന്മാരും പൊതുവെ അത്രയ്ക്ക് സൗന്ദര്യ. 27-ലെ ബെസ്റ്റ് യുണീക്ക് ബ്യൂട്ടി. അതിന് ഒരു പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്യം ഒരു ബ്രൈറ്റർ സ്റ്റാർ ടു ബെറ്റർ ലൈഫ്. ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രക്കാരാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം. എങ്ങനെ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാഗ്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം നിങ്ങളിൽ ഉറപ്പ് എന്ന് ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ. 1 ഭാഗ്യ നമ്പർ, 1 സമയം, ടൈമാണ് ഏറ്റവും വലിയ കാര്യം. 2 നമ്പർ, അക്കം. ഏത് കണക്കുകൂട്ടലിൽ ഈ നക്ഷത്രക്കാർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം കിട്ടും. ആ ഭാഗ്യ നമ്പർ എന്ന് പറയും കുബേര നമ്പർ, കുബേര ഭാഗ്യ നമ്പർ. ഈ 3ഉം ഇവർ കണക്കുകൂട്ടലിൽ എടുത്താൽ ഒരു ഭാഗ്യം തീർച്ചയായും. ആ ഭാഗ്യ നമ്പർ അതും നിങ്ങൾ ഈ കണക്കുകൂട്ടലിൽ എടുത്തു കഴിഞ്ഞാൽ 11 ദിവസത്തിനകത്ത് വെച്ച് ഒരു ഭാഗ്യം നിങ്ങളിൽ എത്തും. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനും കാണുക. കുബേരൻ, സമ്പത്തിന്റെ അധിപതി, സമ്പത്തെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ധനാധിപതി അല്ലെങ്കിൽ യക്ഷാധിപതി, ശിവഭഗവാന്റെ ഭക്തനും ഭൃത്യനുമായ കുബേരൻ ഭഗവാനെ മഹാതപസ് ചെയ്ത് ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാത്തിന്റെയും സമ്പത്തിന്റെയും നിധിയുടെയും ഭാഗ്യത്തിന്റെയും അധിപനാക്കിയ, രക്ഷാധികാരിയാക്കിയ കുബേരൻ. ആ കുബേരന്റെ സമയം, ആ ഭാഗ്യ നമ്പറുകൾ കണക്കുകൂട്ടലിൽ നിങ്ങൾ ഒരു ഭാഗ്യം എടുത്താൽ ഉറപ്പായും നിങ്ങളിൽ ആ ഭാഗ്യം എത്തിയിരിക്കും. എപ്പോഴും ലൈവായി നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമയമാണ് മുഖ്യം. ഭാഗ്യത്തിന്റെ തുടക്കങ്ങളിൽ ഒന്ന് തന്നെയാണ് സമയം. സമയമാണ് ഏറ്റവും മുഖ്യം. ഇപ്പോൾ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ കാണുന്നവരിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. പലതരം വാച്ചുകൾ ഇപ്പം പഴയ അനലോഗ്, ഡിജിറ്റൽ, സ്മാർട്ട് വാച്ചുകളെല്ലാം വന്നു കഴിഞ്ഞു. ചിലര് ചെയ്യുന്നത് ഈ ഏറ്റവും കുറഞ്ഞ വാച്ചുകൾ ഒരു സമയം നോക്കാനായി കെട്ടുന്ന രീതിക്കായി ഒരു വാച്ച് വാങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ച ഫുട്പാത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ തരം വാച്ചുകൾ 100, 150, 200. അതിന്റെ ആ ഫാൻസി നോക്കി കയ്യിൽ കെട്ടുമ്പോൾ ഒരു റിച്ച്നെസ് തോന്നും എന്നുള്ള രീതിയിൽ ഫാൻസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ തരം 100, 150, 200 വാച്ച് വാങ്ങി കയ്യിൽ കെട്ടും. കൂടിപ്പോയ ഒരാഴ്ച പോലും ആ വാച്ച് ഓടില്ല. പക്ഷെ കാണാൻ അത്രയ്ക്കും ഭംഗിയും ഫാൻസി ആയിരിക്കും. പക്ഷെ ആ വാച്ചും കെട്ടി അവർ നടക്കും. ഒരാഴ്ച പോലും ഓടത്തില്ല. ഓടാത്ത ആ വാച്ച് കയ്യിൽ കെട്ടി സമയം ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിയിട്ട് സമയം പറയും. ആ രീതിയിൽ ചെയ്യുന്നവര് ആദ്യത്തെ ഭാഗ്യത്തിന്റെ വാതിൽ തന്നെ അടയ്ക്കുന്ന ഒരു
കാര്യമാണ്. നിശ്ചലമായ വാച്ച് കെട്ടി അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ക്ലോക്ക് അത് നിശ്ചലമായി നിൽക്കുക, ഓടാതെ ലൈവായി നിശ്ചലമായി നിൽക്കുകയാണെങ്കിൽ ഭാഗ്യത്തിന്റെ ആദ്യത്തെ വഴി അടഞ്ഞ് പിന്നെ അതിലൂടെ ഒന്നും വരില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ തെറ്റ് പറ്റാതെ മുന്നോട്ട് പോകണം. സമയം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ആ നമ്പർ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഫാസ്റ്റ് ട്രാക്കിന്റെ സ്ട്രീറ്റ് വെയർ, ഇത് ഞാൻ ഇപ്പം 3 വർഷത്തിൽ പുറത്തായി. ബിൽഡ് ക്വാളിറ്റി എല്ലാം സൂപ്പർ ആയിട്ടുള്ള സമയം കറക്റ്റ് കൃത്യമായിരിക്കും. നമ്മൾ ഒന്നാമത്തെ കാര്യം ടൈം വലിയ എക്സ്പെൻസീവ് അല്ലാത്ത നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാച്ച്. കാരണം 3 വർഷത്തിൽ പുറത്തായി. വാതിൽ തുറന്നിടണമെങ്കിൽ സമയമാണ്. അതിനെക്കുറിച്ച് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ടൈം ഫാസ്റ്റ് ആവാൻ പാടില്ല, സ്ലോ ആവാൻ പാടില്ല. കറക്റ്റ് ടൈമിൽ സമയം നമ്മൾ കീപ്പ് ചെയ്യണം. കുബേര സമയം, അതെ ആ സമയത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. കുബേരൻ സമ്പത്ത് തുറക്കുന്ന ഒരു സമയം, ആ ഭാഗ്യം വരുന്നത് ആ നിമിഷം, ആ സെക്കൻഡിൽ ഒരു ഭാഗ്യം മറിഞ്ഞിരിക്കും, നിങ്ങളിൽ എത്തിയിരിക്കും. അതിനെപ്പോഴും ലൈവായി സമയം നല്ല ക്വാളിറ്റി ബിൽഡാണ്. അതാണ് ഒരു പരസ്യം എന്നുള്ള രീതി പറയല്ലേ, നമ്മളെ സമയം നോക്കുന്നത്. ഫാസ്റ്റ് ട്രാക്കിന്റെ അവരുടെ നെയിം ഇതിന്റെ ഒരു ഹാഷ് കളറും ഒരു ബ്ലൂവും, ഈ 2 മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 3 വർഷത്തിൽ പുറത്തായി. നിങ്ങൾ തീർച്ചയായും ഈ മോഡൽ ഫാസ്റ്റ് ട്രാക്കിന്റെ തന്നെ ഏറ്റവും ബിൽഡ് ക്വാളിറ്റി ഉള്ള പല വാച്ചുകളുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യത്തിന് കിട്ടുന്ന ഒരു വാച്ചും കൂടിയാണ്. ഫാസ്റ്റ് ട്രാക്കിന്റെ തന്നെ പല ഡിജിറ്റൽ സ്മാർട്ട് വാച്ചുകളിൽ ഉണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിരിക്കാം. നിങ്ങൾ വാങ്ങാൻ പറ്റുന്നവർ കയറി വാങ്ങുക. സമയം എപ്പോഴും അക്യുറേറ്റ് ആയി കറക്റ്റ് ടൈമിൽ പോവുക. അതാണ് ഒന്നാമത്തെ ഭാഗ്യം. അത് സ്മാർട്ട് വാച്ചിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് ട്രാക്കിന്റെ തന്നെ റിവോൾട്ട് പ്രോ, അത് സ്മാർട്ട് വാച്ചിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് ട്രാക്കിന്റെ തന്നെ 1.97 സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള വിത്ത് കാൾ ഫംഗ്ഷൻ, ടച്ച് സ്ക്രീൻ, ഫിറ്റ്നസ് ആൻഡ് ഔട്ട്ഡോർ, AI വോയിസ് അസിസ്റ്റന്റ്, ഒപ്റ്റിമൈസ് പ്രോ 1.43 AMOLED ഡിസ്പ്ലേ, IP68 വാട്ടർ റെസിസ്റ്റന്റ്, AMOLED 2.4 ഡിസ്പ്ലേ, റേഡിയൻ FXO 2. ഇത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു വാച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ അത് ടാഗ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ കുബേര സമയം, ആ ഭാഗ്യ നമ്പരും ചേർത്ത് ഭാഗ്യമെടുത്താൽ ഈ നക്ഷത്രക്കാർ 11 ദിവസത്തിനകത്ത് വെച്ച് നിങ്ങളിൽ എത്തിയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണുക. ആ ഒന്നാമത്തെ കാര്യം സമയം. ഏത് സമയത്താണ് നിങ്ങൾ ഭാഗ്യക്കുറി എടുക്കേണ്ടത്? അതായത് ധനയോഗ മുഹൂർത്തം വരുന്ന സമയം രാവിലെ 10:30 കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യ, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് 6:30 വരെ. ആ സമയത്തിനകത്ത് വെച്ച് ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർ എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിസമയം. ആ സമയത്തിന് നിങ്ങൾ എടുക്കുക. അതിൽ രാഹുകാലം ഒഴിവാക്കി എടുക്കുക. ഭാഗ്യ നമ്പർ രണ്ടാമത്തത്. ഈ കണക്കുകൂട്ടലിൽ നിങ്ങൾ എടുക്കുക. സാധാരണ നമ്മൾ കേരള ഭാഗ്യക്കുറി നിങ്ങൾ ലോട്ടറികൾ എടുത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയുമല്ല. നമ്മളിലേക്ക് എത്താൻ നമ്മൾ റാൻഡമായി ഓരോ ടിക്കറ്റുകൾ ചില സമയങ്ങളിൽ എടുക്കും, അടിക്കാതെ പോകും. എല്ലാവരും പറയുന്നത് നിനക്ക് തന്നെ എടുത്ത് ഒഡീഷനായിക്കൂടെ? തീർച്ചയായും സമയമുണ്ട്. നമ്മളെ നക്ഷത്ര സമയം, നക്ഷത്രങ്ങളുടെ കണക്കുകൂട്ടലിൽ വെച്ച് ഒരാൾ ഒരു ഭാഗ്യം എടുത്തു കഴിഞ്ഞാൽ ആ കുബേര സമയം ആ മിനിറ്റിൽ, ആ സെക്കൻഡിൽ നിങ്ങളിൽ എത്തിയിരിക്കും. ഇപ്പം എല്ലാവരും പറയുന്നത് കേരള ഭാഗ്യക്കുറി സമ്മാനം തീരെ കുറവാണ്, അടിക്കുന്നില്ല. തീർച്ചയായും ഒരു സുതാര്യമായ ടിക്കറ്റാണ് കേരള ഭാഗ്യക്കുറി, പരസ്യമല്ല. ഇപ്പം സമ്മാനം കൂട്ടി, ഇപ്പം ടിക്കറ്റ് വില 40 നിന്ന് 50 ഇപ്പം പ്രൈസുകളെല്ലാം കൂടി. ഇപ്പം ഞാൻ പറയുന്നത് ഈ നമ്മളിൽ തന്നെ 4 നമ്പറുകൾ 5000, 2000 അങ്ങനെ ഒത്തിരി ടിക്കറ്റുകളൊന്നും എടുക്കണ്ട. നിങ്ങൾ ഈ നക്ഷത്രക്കാർ ഒറ്റ ഒരു ടിക്കറ്റ് എടുത്താൽ മതി. അത് ഈ കണക്കൂട്ടലിൽ നിങ്ങൾ എടുക്കുക. 4 നമ്പറുകൾ ഞാൻ പറയാൻ പോകുന്ന ഈ നമ്പറുകൾ ഉപയോഗിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും. ഈ നമ്പറുകൾ ചന്ദ്ര ഭാഗ്യ നമ്പറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. 2, 5, 7, 9, 11. ഈ 5 നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ 4 നമ്പറുകൾ കണക്ക് കൂട്ടുക. ഇതിന്റെ 4 നമ്പർ വരുന്നത് 61, 26. ഇത് 4 കൂടെ കണക്ക് കൂട്ടുമ്പോൾ വരുന്നത് 15 ഭാഗ്യ നമ്പറുകൾ. ഞാൻ പറഞ്ഞത് ചന്ദ്രഭാഗ്യ നമ്പർ 2, 5, 7, 9. 2 മൾട്ടിപ്പിൾ ചെയ്താൽ 4, 6. ആ രീതിയിൽ 5 മൾട്ടിപ്പിൾ 10, 15, 7, 14, 9, 18, 11, 22. അതിൽ ഈ 4 നമ്പർ കൂടെ കൂടുമ്പോൾ 15. അതിൽ 5 ഉണ്ട്. 5, 10, 15. ആ സാധ്യതയുള്ള ഒരു ടിക്കറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 അല്ല 200% ഒരു സമ്മാനം, ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാരിൽ എത്തിയിരിക്കും. ഇതാണ് ഏറ്റവും രണ്ടാമത്തെ കണക്കുകൂട്ടലുകൾ. നിങ്ങൾ എടുക്കേണ്ട സമയം ഞാൻ പറഞ്ഞ ആ സമയത്ത് എടുക്കുക. അതും മാസത്തിലെ ഓരോ ചന്ദ്ര നക്ഷത്ര സമയത്ത് നിങ്ങളുടെ ഏത് നക്ഷത്രമാണോ ആ ദിവസം ഭാഗ്യമെടുത്താൽ ഉറപ്പായും നിങ്ങളിൽ ആ സമ്മാനം
എത്തിയിരിക്കും. മൂന്നാമത്തതാണ് കുബേര സമയം. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധയോടെ, ആ കുബേര നമ്പർ, ആ കുബേര സമയം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എല്ലാ ദിവസവും 11 ദിവസം നിങ്ങൾ ആ കുബേര സമയം ഇത് തന്നെ 11-11 അതാണ് കുബേര സമയം. രാവിലെ 11-11. നിങ്ങൾ രാത്രി എത്ര മണിക്കാണ് കിടക്കുന്നത്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സമയവും കണ്ടിരിക്കണം. 11-11, 11 മിനിറ്റ്, 11 സെക്കൻഡ്. ആ നമ്പർ 11 ദിവസം നിങ്ങൾ ആ സമയം നിങ്ങൾ കണ്ടാൽ, നമ്മളെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച്, ഒരു ഡിജിറ്റൽ വാച്ച് കെട്ടിയാൽ, ഞാൻ എപ്പോഴും പറയുന്നത് ഡിജിറ്റൽ വാച്ചുകൾ പല ചിഹ്നങ്ങളിലായിരിക്കും. എപ്പോഴും സമയമുള്ള 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3 വരുന്നത്, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച്, ഡിജിറ്റൽ വാച്ച്, നമ്മൾ ആ സമയം 11-11 നിങ്ങൾ ആ 11 ദിവസം മറക്കാതെ രാവിലെയും രാത്രിയും, രാത്രി നേരത്തെ ഉറങ്ങുന്നവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, സ്വാഭാവികമായി ഒരു ദിവസം 11-11 എവിടെയെങ്കിലും പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴും ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ എഴുതി വെച്ചേക്കുക. അതുപോലെ ഏറ്റവും വലിയാണ് 11 രൂപ ചില്ലറയോ 10ന്റെ ഒരു നോട്ട് ഒന്നും. 11 രൂപ നിങ്ങൾ ഒരു ചെറിയൊരു ടിന്നിൽ, ഇതിനെ പറയും നമ്മൾ മേക്ക് എ വിഷ് നമ്പർ. ആ 11 രൂപ നിങ്ങൾ എഴുതി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കണം എന്നുള്ളത്, സമയം, ഭാഗ്യം, സമ്പത്ത് ഏതാണ് നിങ്ങളുടെ വരേണ്ടത്, അത് എഴുതി ആ ടിന്നിൽ 11 രൂപയുമായി വെക്കുക. തീർച്ചയായും വിശ്വാസമുള്ളവർ പറയും എന്ത് മണ്ടത്തരം അല്ലെങ്കിൽ ഭ്രാന്താണ് പറയുന്നതെന്നായിരിക്കും ചിലരൊക്കെ ചോദിക്കുന്നത്. അല്ല, സത്യമാണ്. നിങ്ങൾ ഇതൊരു തുടർച്ചയായ ഒരു 11 ദിവസം നിങ്ങൾ ഇത് ചെയ്തു നോക്കും, ഒരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചിരിക്കും. ആ രീതിയിൽ നിങ്ങൾ ചെയ്ത ശേഷം ഒരു ഭാഗ്യമോ ഏതോ എടുത്തു നോക്കും. ചന്ദ്രഭാഗ്യ നമ്പറുകളും ചേർത്ത് കണക്ക് കൂട്ടി 2, 5, 7, 9, 11 കണക്ക് കൂട്ടലിൽ ഒരു ഭാഗ്യം എടുത്താൽ ഉറപ്പായും നിങ്ങളിൽ ആ മാറ്റം, ആ ഭാഗ്യം വാതിൽ, കുബേര സമയം തുറന്നിരിക്കും. ഒരിക്കലും ഓടാത്ത വാച്ച്, ഓടാത്ത ഘടികാരം വീട്ടിലുണ്ടെങ്കിൽ ഉടനടി മാറ്റുക. കറക്റ്റ് അക്യുറേറ്റ് ആയ സമയം, ഫാസ്റ്റ് ആവാൻ പാടില്ല, സ്ലോ ആവാൻ പാടില്ല. പഞ്ചദശഗണ നക്ഷത്രക്കാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ ഭക്തിയിലുള്ള നക്ഷത്രക്കാരാണ്. തീർച്ചയായും ആ മാറ്റം നിങ്ങളിൽ എത്തിയിരിക്കും. ശിവഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർ, ഈ കാണുന്ന നക്ഷത്രക്കാർക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഉയർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ്. തടസ്സങ്ങൾ പലതും വരും, എല്ലാ പ്രതിസന്ധിയും മറികടന്ന് ഉയർച്ചയിൽ മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാർ, പഞ്ചദശ നക്ഷത്രക്കാർ നിങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓം നമഃ ശിവായ.